ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബിസിനസ്, ഒരു കച്ചവട തന്ത്രത്തെയാണ്, അല്ലെങ്കിൽ ഒരു കിടിലൻ ഐഡിയ ആണെന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു ഐഡിയ ആണെന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് വലിച്ചു നീട്ടി സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ദിസ് ഈസ് ഇക്ബാൽ ഹുസൂർ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു പുതിയ മെത്തേഡ് എന്ന് പറയുന്നത്, കൂടുതൽ നമ്മളൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യിക്കാൻ പറ്റിയ, കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യിക്കാൻ പറ്റിയൊരു ഒരു രീതിയാണ്. അപ്പോൾ എങ്ങനെയാണ് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുക? പല രീതിയിൽ. ഇപ്പോൾ നമുക്കറിയാം, നമ്മളെ നാട്ടുപുറത്തും നമ്മുടെ ടൗണുകളിലൊക്കെ, നമുക്ക് പരിസര പ്രദേശങ്ങളിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. മൊത്തത്തിൽ കേരളത്തിൽ ഒരു ട്രെൻഡും, അല്ലെങ്കിൽ പൊതുവെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഷോപ്പിൻ്റെ ഒക്കെ ഒരു രീതികളെന്ന് പറയുന്നത്, ചായക്കട മുതൽ അങ്ങോട്ട് ഏത് ഷോപ്പ് എടുത്ത് നോക്കിയാലും ഭയങ്കരമായിട്ടുള്ളൊരു വൈബ് ക്രിയേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നല്ലൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് എല്ലാ ഷോപ്പിൻ്റെ അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയലൊക്കെ നമുക്ക് അതിൽ വർക്ക് ചെയ്യണ കാണാം, നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ, നല്ലൊരു കാണുന്ന കസ്റ്റമേഴ്സിന് പുറത്തുനിന്ന് നോക്കുമ്പോൾ അതിനെ നല്ല രീതിയിൽ കസ്റ്റമേഴ്സിന് നമ്മളിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെയുള്ള രീതിയിൽ നല്ല മോഡിഫൈ ചെയ്ത്, നല്ല ഇൻറ്റീരിയൽ ചെയ്ത്, നല്ല ലൈറ്റിങ് കൊടുത്ത്, നല്ല നെയിം ബോർഡൊക്കെ വെച്ച് കിടിലൻ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഷോപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഉദ്ദേശം. അതുപോലെ തന്നെ ഒരു രീതിയാണ് ഇന്ന്, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു വേർഷനാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഏതൊരു കച്ചവടം തുടങ്ങുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് കൂടുതൽ കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടണം എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇന്ന് പല രീതികളുണ്ട്. മാർക്കറ്റിംഗ് തന്ത്രങ്ങളുണ്ട്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇതുപോലെ പല രീതിയിലും നമുക്കതിനെ മാർക്കറ്റ് ചെയ്ത് ഇപ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പല രീതികളും, പല മെത്തേഡുകളും സത്യത്തിൽ ഇന്ന് മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ കച്ചവടം ബിസിനസ് ചെയ്തിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് കച്ചവടങ്ങളും അവരുടെ ബിസിനസ് രീതികളും കൂടുതൽ ആളുകളിലേക്കും സാധാരണക്കാരിലും കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്താൻ അത് സഹായകമാകുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു പുതിയ തന്ത്രത്തെ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഏതൊരാൾ ഒരു കച്ചവടം തുടങ്ങും, അല്ലെങ്കിൽ ഒരു ഹോൾസെയിൽ ഷോപ്പ്, അല്ലെങ്കിൽ ഒരു ബിസിനസ്, ഒരു ഷോപ്പ്, നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ഷോപ്പ് ലെവലിൽ, അല്ലെങ്കിൽ ഒരു ഹോൾസെയിൽ മാർക്കറ്റ്, ഹോൾസെയിൽ ഷോപ്പ്, അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നോർമലി ഒരു ഷോപ്പ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഹോൾസെയിൽ ഷോപ്പ് എടുത്തു കഴിഞ്ഞാൽ, മെൻസ് വെയറിൽ നമ്മൾ തൊട്ടടുത്തുള്ള മെൻസ് വെയറിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നമുക്ക് അവിടെ എന്തൊക്കെ കിട്ടും. ജീൻസ് കിട്ടും, കോട്ടൺ പാൻറ്റുകൾ കിട്ടും, ട്രാക്ക് സൂട്ട് കിട്ടും, ട്രൗസേഴ്സ് കിട്ടും, പിന്നെ ടീഷർട്ട്, ഷർട്ട്സ്, അതുപോലെ ബെൽറ്റ്, ക്യാപ്പ്, പേഴ്സ്, വാലറ്റ്സ്, ഇങ്ങനെ ഇതുപോലെ പല രീതിയിലുള്ള ഗ്ലാസ്സുകൾ കിട്ടും, സ്പെക്സസ്, ഇതുപോലെയുള്ള മെൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളിച്ചിട്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഷോപ്പായിരിക്കും മെൻസ് വെയർ എന്ന് പറയുന്നത്. അതുപോലെ ലേഡീസ് വെയർ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ആയിരിക്കും. ലേഡീസ് ഉപയോഗിക്കുന്ന ഒരുവിധമുള്ള ഓർണമെൻറ്റ്സും, അല്ലെങ്കിൽ അവരുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ആക്സസറീസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു ഷോപ്പായിരിക്കും. അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഡ്രസ്സിങ്, ടോപ്പുകൾ, ചുരിദാർ മെറ്റീരിയൽസ്, അല്ലെങ്കിൽ അതുപോലെ എല്ലാതും ലെഗിങ്സ് ഐറ്റംസ്, അവരെല്ലാ ഐറ്റംസ് ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ഷോപ്പ് ആയിരിക്കും ലേഡീസ് വെയർ എന്ന് പറയുന്നത്. ടെക്സ്റ്റൈൽസ് എടുത്തു കഴിഞ്ഞാൽ അതിലും കൂടുതൽ ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസിൽ കാണാൻ പറ്റും. നമുക്ക് മുണ്ട്, ലേഡീസും ജെൻസും കിഡ്സും എല്ലാതും മിക്സ് ചെയ്തിട്ടുള്ള ഒരു രീതിയായിരിക്കും ഒരു ടെക്സ്റ്റൈൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എല്ലാതും, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയി നമുക്ക് എന്തും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഗ്രോസറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തും അവൈലബിൾ ആണ്. അങ്ങനെ ഏത് ഷോപ്പ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടെ ഒന്നിലധികം ഐറ്റംസുകൾ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒന്നിലധികം പ്രൊഡക്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഷോപ്പ് രീതിയായിരിക്കും നമ്മൾ പൊതുവെ കാണപ്പെടാറുള്ളത്. ഇവിടെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു സാധനം, ഒരു പ്രൊഡക്റ്റിനെ ഫോക്കസ് ചെയ്യുക. ഏതെങ്കിലും ഒരൊറ്റ പ്രൊഡക്റ്റ്, അത്
ഒരു പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് മെൻസ് വെയർ എടുത്തു കഴിഞ്ഞാൽ മെൻസ് വെയറിൽ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളാണ്. അതിൽ നിന്ന് നമ്മൾ ഒരു പ്രൊഡക്റ്റ്, ഉദാഹരണത്തിന് നമ്മൾ ജീൻസ് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഷോപ്പ്, ജീൻസ് മാത്രം അവൈലബിൾ ആവുന്ന ഒരു ഷോപ്പ്, ജീൻസ് പാൻറ്റുകൾ മാത്രം അവൈലബിൾ ആവുന്ന ഒരു ഷോപ്പ്. അപ്പോൾ അവിടെ എന്താണ്, കൂടുതൽ ജീൻസിൻ്റെ കളക്ഷനുകൾ കയറും. ഓൾമോസ്റ്റ് എല്ലാ സൈസിലുള്ള ജീൻസുകളും, എല്ലാ മോഡലിലുള്ള ജീൻസുകളും, എല്ലാ വെറൈറ്റി ജീൻസുകളും, എല്ലാ ട്രെൻഡിങ് ജീൻസുകളും. നോർമലി ഒരു ജീൻസ് എടുക്കണം, ഒരു ജീൻസ് പാൻറ്റ് എടുക്കണം എന്നാഗ്രഹിച്ച് വന്നതിന് കസ്റ്റമർക്ക് അവരുദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ്, അവരുദ്ദേശിക്കുന്ന ഐറ്റം അവിടെ അവൈലബിൾ ആയിരിക്കും എന്നുള്ള ധാരണ കസ്റ്റമേഴ്സിനുണ്ടാവും, അത് കാണുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടാവും. അപ്പോൾ നോർമലി അത് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മളൊരു ജീൻസ് പാൻറ്റ് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കവിടെ ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം, നമ്മൾ ഉദ്ദേശിച്ച ഐറ്റം ഇല്ലാതിരിക്കാം, ആ സ്റ്റോക്ക് അവിടെ വന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സൈസ് ഇല്ലാതിരിക്കാം, നമ്മൾ ഉദ്ദേശിച്ച കളർ അവൈലബിൾ ഉണ്ടാവില്ല. അങ്ങനെ പല രീതിയിലും നമുക്ക് അവിടുന്ന് മിസ് ഔട്ട് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളൊരു ജീൻസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ അവൈലബിൾ ആവാൻ സാധ്യതയുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസ് അവൈലബിൾ ആവാൻ സാധ്യതയുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് മോഡലും അവിടെ ലഭിക്കാൻ നമുക്ക് ചാൻസസ് കൂടുതലാണ്. കാരണം എന്താണ്, ആ ഒരു ഷോപ്പിനുള്ളിൽ ജീൻസ് പാൻറ്റുകൾ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഷർട്ടാവട്ടെ, അല്ലെങ്കിൽ ടീ ഷർട്ടാവട്ടെ, അല്ലെങ്കിൽ ഷൂ മാത്രമാവട്ടെ, അല്ലെങ്കിൽ ചെപ്പൽ മാത്രമാവട്ടെ, അല്ലെങ്കിൽ ബാഗുകൾ മാത്രം, എന്തും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ ബാംഗ്ലൂർ, മുംബൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വെറും ബെൽറ്റ് മാത്രം ഉള്ള ഷോപ്പ്, ബെൽറ്റിൻ്റെ മാത്രം ഷോപ്പുകൾ, അതും പ്രീമിയം ഷോപ്പുകളാണ് നമ്മൾ അവിടെയൊക്കെ കണ്ടിട്ടുള്ളത്. ബെൽറ്റുകൾ മാത്രം ഫോക്കസ് ചെയ്തുള്ള ഷോപ്പ്. പക്ഷേ അപ്പോൾ നമ്മൾ ആ ഷോപ്പ് കയറി കഴിഞ്ഞാൽ എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബെൽറ്റ്, ഒരു ക്വാണ്ടിറ്റി, ഒരു ക്വാളിറ്റിക്കുള്ള ബെൽറ്റ്, നമ്മളെന്ത് ഉദ്ദേശിച്ചാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടാവുക, ആ ഒരു ഐറ്റം അവിടെ അവൈലബിൾ ആവാൻ സാധ്യത 100%, 99% സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു യുണീക്ക് പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അത് കൂടുതൽ ആ പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു പക്ഷേ എങ്ങനെയാവണം, നമ്മൾ കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന, ഇപ്പോൾ നമുക്ക് പാൻറ്റ്, ഷർട്ട്, ജീൻസ് പാൻറ്റുകൾ എടുക്കാം, ടീ ഷർട്ട് എടുക്കാം, ഷർട്ട് എടുക്കാം. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഷോപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമ്മളത് അതിനെ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ, മാർക്കറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ ഉണ്ടാവുക അതിൻ്റെ റിസൾട്ട് ഒരു പക്ഷേ എങ്ങനെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു പാൻറ്റ് എടുക്കണം, അല്ലെങ്കിൽ ഒരു ഷർട്ട് എടുക്കണം, അല്ലെങ്കിൽ ടീ ഷർട്ട് എടുക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ആ കസ്റ്റമറുടെ മൈൻഡിലേക്ക് ഏറ്റവും ഫസ്റ്റ് ആ കസ്റ്റമറുടെ മൈൻഡിലേക്ക് വരേണ്ട ഷോപ്പ് നമ്മുടെ ആ ഷോപ്പായിരിക്കണം. ഇന്ന ഷോപ്പ്, അവിടെ പോയി കഴിഞ്ഞാൽ പാൻറ്റ് മാത്രമുള്ള ഷോപ്പാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, അവിടെ പാൻറ്റിൽ കൂടുതൽ കളക്ഷൻ ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിച്ച പാൻറ്റുകൾ കിട്ടാൻ സാധ്യത ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ പോയി നോക്കാം. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു റീറ്റെയിലോ ഹോൾസെയിലോ സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ അവിടേക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും, കൂടുതൽ കസ്റ്റമറിനെ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കും, കൂടുതൽ കസ്റ്റമർ നമ്മളെ തേടിയെത്തും. അതൊരു പക്ഷേ കുറച്ച് ദൂരത്തുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഷോപ്പ് അവിടെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഒരു പാൻറ്റ് മാത്രം ഉള്ള ഒരു ഷോപ്പ് അവിടെ ഉണ്ടായിരിക്കെ അതിന് മുന്നേ ഒരു 10 ഷോപ്പ് മെൻസ് വെയർ ഉണ്ടെങ്കിൽ പോലും 10 ഷോപ്പ് താണ്ടി ആ കസ്റ്റമർ നമ്മളെ ഷോപ്പിലേക്ക് എത്തും. അതെങ്ങനെയാണ്, അവർക്ക് കൂടുതൽ മൈൻഡ് വരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഐറ്റം എന്തായാലും കൂടുതൽ അവൈലബിൾ ആവാൻ സാധ്യത ഈ ഒരു ഷോപ്പിലായിരിക്കാം. അതിനുശേഷം നമുക്ക് മറ്റു ഷോപ്പുകൾ നോക്കാം. കൂടുതൽ കളക്ഷൻ ഉണ്ടാവുന്നതും ആ ഒരു ഷോപ്പായിരിക്കും എന്നുള്ള ധാരണയ്ക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിനെ എത്രയും പെട്ടെന്ന് ഏത് ദൂരത്തു നിന്നും കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു മെത്തേഡായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇതിൽ ഇങ്ങനെ ഒരു മെത്തേഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 100% അത് വർക്കൗട്ടാവും എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്. അപ്പോൾ ഈ ഒരു രീതിയാണ് ഇന്ന് നിങ്ങളോട് ഈ ഒരു ഐഡിയ ആണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതെന്തും ആവാം, എന്ത് രീതിയാവാം. ഞാനൊരു ഉദാഹരണമായിട്ട് ഞാൻ ജീൻസ് പാൻറ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. യുണീക്കായിട്ടുള്ള നമ്മളെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് പ്രൊഡക്റ്റിനെ നമുക്ക് ഒരൊറ്റ പ്രൊഡക്റ്റായിട്ട് എടുത്ത് അതിനെ മാത്രം ഫോക്കസ് ചെയ്തൊരു ഒരു ഷോപ്പോ എന്തെങ്കിലും കച്ചവടം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100% ഉറപ്പാണ് കൂടുതൽ കസ്റ്റമേഴ്സിനെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കസ്റ്റമർ നമ്മളെ തേടിയെത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഈ രീതി നിങ്ങൾ
പരീക്ഷ നോക്കുക. അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നല്ലൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കും അത് അങ്ങനെ തോന്നാതിരിക്കാൻ പലർക്കും പല രീതിയിലാണ്. ഞാൻ എൻ്റെ ഒരു ഐഡിയ ആണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും ഇത് ഒരു ഡിഫറെൻ്റ് ഐഡിയ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് രീതി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല രീതിയിൽ ഞാൻ പല സ്ഥലത്ത് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഇതുപോലുള്ള സിംഗിൾ ഐറ്റം മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഷോപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പല രീതിയിൽ പല മെട്രോ ടൗണുകളിലും ഞാൻ ഇതുപോലുള്ള ഷോപ്പുകൾ കണ്ടിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു ഐഡിയയും വെച്ചിട്ടാണ് ഞാനിത് ഇന്ന് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഉപകരിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഊർജ്ജം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.